ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പാടത്ത് വലയിട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇടുന്ന പാടത്തല്ല, ഇതൊരു ചെറിയ പാടമാണ്. ഈ പാടത്താണ് നമ്മൾ വലയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വല എടുക്കാൻ വന്നിരിക്കുന്നതാണ്. നമുക്ക് ഇതുവഴി വള്ളം വലിച്ചിടണം അപ്പുറത്തോട്ട്. ഇതിനൊരു ചെറിയ മടയേ ഉള്ളൂ, അങ്ങോട്ട് പോകാൻ മേല. അവിടെ പോളയെല്ലാം കയറി നിറഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ മേല. അതുകൊണ്ട് നമ്മൾ ഇവിടം വലിച്ചിടുകയാണ്. വെള്ളം ഞാനായി കൂടിയിരിക്കുന്നത് കൊണ്ട് വലിച്ചിടാൻ എളുപ്പമാണ്. അപ്പോൾ മടലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതേ ഇങ്ങോട്ട് വലിച്ചിടാം. ഇനി നമുക്ക് വല ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഈ പാടത്തിൻ്റെ അപ്പുറത്ത് പാടം, ഇത് തുടർച്ചയായിട്ട് അങ്ങോട്ട് പാടമാണ്, ഇടയ്ക്കോട്ടുള്ള തോടാണ്. ഈ പാടത്തിൻ്റെ ഇതിൻ്റെ അപ്പുറത്തും പാടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വഴിയും തോടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വലയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമ്മൾ വലയിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇത് ഇവിടെ ഈ വാഴപ്പിണ്ടി എന്നാണ് നമ്മൾ ആദ്യത്തെ വല ഇട്ടിരിക്കുന്നത്. അതെടുക്കാം. കിഴക്കൊന്ന് കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പടിഞ്ഞാറേ സൈഡിലാണ് ഈ വല കിടക്കുന്നത്. ഒരു കാറ്റടിക്കുന്നത് കൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ട് വരും. ആദ്യം നമുക്കൊരു കുറുവയാണ് കിട്ടിയിരിക്കുന്നത്. എന്താ നല്ല കാറ്റാണ്. വല ഇങ്ങ് വള്ളം ചേർന്ന് പോവുക. ഒരു തൂളി ഒരു മീനൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഒരെണ്ണം കൂടെ കിട്ടി. ഇതെല്ലാം നമുക്ക് കിട്ടിയ മീനെ ഊരി വെച്ചിട്ട് അടുത്ത വല വലിക്കാം. ജീവനുള്ള മീനാ. ഇത് നേരം വെളുക്കാറായപ്പോഴാണ് ഉടക്കിയത്. അതെ, ഇതിൽപ്പത്തെ ഒരു കുറുവ, തുളി, വീണ്ടും കുറുവ. നമ്മൾ പുതിയ പാടത്ത് കയറിയിട്ടും ഒരു വരാൽ. പുതിയ പാടത്ത് കയറിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മീൻ അങ്ങോട്ട് കിട്ടുന്നില്ല. നമ്മളത് വലതെ അവിടെ കിട്ടിയിരിക്കുന്നത്. ഈ വലയിൽ നമുക്ക് തീരെ കുറവ് മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ബക്കറ്റിലേക്ക് ഇടത്തില്ല. നമ്മൾ അടുത്ത വല എടുക്കാം. ഉണ്ടോ, ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവനോടെ കിടക്കുക. നമ്മുടെ വല കുറേ ഭാഗം കരക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. എന്നാ സംഭവം എന്നറിയാൻ മേല. കഴുന്ന വന്ന ആണോ? ഉണ്ടോ? അപ്പോൾ വല മുഴുവൻ റെഡിയാക്കി കാണും. നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. ഇപ്പം ജന്തുക്കൾ വല്ലതും ഒന്ന് വല കയറി
ആയാലും അങ്ങനെ സംഭവിക്കാം. ഇല്ല, ഇത് കഴുനായ ഏതാണ്ട് വന്ന് കടിച്ച് കയറ്റിയതാ. ഇത് കണ്ടോ, ഒരു കാരിയുടെ തലയുണ്ട്. എടുത്ത് കളയാം. ഒരു കാര്യം, ഇത് കഴുനായ കയറി നമ്മുടെ ഈ വല മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഈ പാടത്ത് ഇനി വല ഇട്ടാൽ കഴുന കയറി നമ്മുടെ വല മുഴുവൻ കളയും. ഒരു മീൻ്റെ ഇത്രയും ഭാഗമേ ഉള്ളൂ. വരാലായിരുന്നു. ഇനിയിപ്പോൾ എടുത്ത് കളയാനാ പാട്. എല്ലാം എടുത്ത് കളയാം. ഇപ്പം നമ്മൾ ഈ മീനൊന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത വല എടുക്കാം. ഇത് രണ്ട് കാര്യമേ കിട്ടിയുള്ളൂ. ഈ വല മൊത്തം റെഡിയാക്കി. ഇനി ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കണം ഇവിടെ എല്ലാം കീറുന്നുണ്ട് എങ്ങനെയാണെന്ന്. ഈ കരിമീൻ കണ്ടോ, അതിൻ്റെ വാലില്ല, ഉണ്ടോ? മീനില്ലെങ്കിൽ തന്നെ അതേ ഒരു സാധനം കയറിയിട്ടുണ്ട്, കണ്ടോ? അയ്യോ, വലിയ മുഴുത്ത സാധനം. കരിമീന് ജീവനുണ്ട്. ഒരു വാള. നമ്മൾ ഈ ഒരു വല വലിച്ചു കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഇതിലെ മീനെടുത്ത് വല കെട്ടിവെക്കാം. വാള കണ്ടോ, ഈ കരിമീൻ്റെ വാൽ ഇത്രയും ഭാഗം കടിച്ചു തിന്നിരിക്കുകയാണ്. ഇത് ജീവനുണ്ട് ഈ കരിമീനത്. ഉണ്ടോ, അനങ്ങുന്നുണ്ടോ? ഇപ്പോഴെൻ്റെ ചെറിയ അനങ്ങുന്നു, വെള്ളം എടുക്കുന്നുമുണ്ട്. നമുക്കിനി ഇത് അടുത്ത വല എടുക്കാം. ഒരു മുഴുത്ത ചെമ്പല്ലിയ, പക്ഷെ അവൻ ചത്തുപോയി. അതെ അതെ, ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ്. പക്ഷെ നമ്മൾ കൊടുത്താൽ വില കിട്ടത്തുമില്ല. ഇതൊരു സിലോപ്പിയ, ഇതെല്ലാം ഉടക്കിയിരിക്കുക. നമ്മുടെ വലയിൽ ഇതിൻ്റെ ഇരട്ടിപ്പാട്. ഒരു വരാൽ. അമ്പടാ, വാഹയാ, ചത്തുപോയി. വാഹ അല്ലെങ്കിലും എളുപ്പം ചാകുന്ന മീൻ. അമ്പടാ, ഒരു പെരുത്ത സാധനം കൂടെ. ഇതും വാഹയാ. അപ്പം നമ്മൾ ഈ വലയിൽ 2 വാഹയാണ് കിട്ടിയത്. ഇതിൽ നമുക്ക് 2 വാഹ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെ ഉടക്കിയിരിക്കുന്നു. ഉടക്കത്തില്ല, ഇത് വല കയറി തിരണ്ട് പോകുന്ന. കണ്ണിക്കകത്ത് തല കയറി. ഓ ഉയ്യടോ, അവൻ ചത്ത് വളഞ്ഞു പോയി. ഇനി അടുത്ത നമുക്ക് എടുക്കാം. കണ്ണിക്കകത്ത് തല കയറിയിട്ടുണ്ട്.
രണ്ടും ഒരേ സൈസാ. നല്ല സൂപ്പർ വാഹ. ഈ വല കിട്ടിയതാണ്. പെരുത്ത് രണ്ടെണ്ണം, രണ്ടും ചത്തുപോയി. വാഹ ചടയെന്ന് ചാകുന്ന മീനാ, എളുപ്പം ചത്തുപോകും. അടുത്ത വല നമുക്ക് എടുക്കാം. ഈ വലയൊന്ന് കെട്ടിവെക്കട്ടെ. ഇതേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ മീനാണ് കിട്ടിയത്. ഇപ്പം നല്ല വെയിലുറച്ചത് കൊണ്ട് നമ്മൾ വീഡിയോ എടുത്താൽ ശരിയാകാത്തത് കൊണ്ടാണ് വല വലിക്കുന്ന വീഡിയോ നമ്മൾ എടുക്കാഞ്ഞത്. ഇത് മീനാണ് കിട്ടിയത്. കണ്ടോ, ഇത്ര നേരം വല വലിച്ചാലൊന്നും ഒന്നുമില്ലായിരുന്നു, കുറേച്ച മീനേ ഉള്ളായിരുന്നു. അപ്പോൾ ആ കണക്കൂട്ടിലാണ് നമ്മൾ ഇരുന്നത്. അത് തന്നെയല്ല, വീഡിയോ എടുക്കാൻ വന്ന് നല്ല വെയിലും, വീഡിയോ എടുത്താൽ വെളുത്തിരിക്കും, അതാണ് വിഷയം വന്നത്. ഈ വല വലിച്ച് തീരുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് വലയാണ്. സിലോപ്പിയുണ്ട്, വാളയുണ്ട്, തൂളിയുണ്ട്, എല്ലാ മീനും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ വല മൊത്തം വലിച്ചു കഴിഞ്ഞ് നമുക്കിന്ന് എന്തുമാത്രം മീൻ കിട്ടിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യം. ഇവിടെ വെച്ച് വീഡിയോ അത് എടുക്കാൻ ഒക്കുകയില്ല. കാര്യം വെയിലായതുകൊണ്ട് അത് ശരിയാകത്തില്ല. കാറ്റ് പിടിക്കാൻ തുടങ്ങി. ഇനിയിപ്പം വലയൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ട് എന്തുമാത്രം മീൻ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ വലയെല്ലാം വലിച്ച് എടുത്ത് വീട്ടിൽ കടവിൽ വന്നിരിക്കുക. വലയൊക്കെ കരക്കോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമുക്ക് എന്തുമാത്രം മീൻ കിട്ടിയതെന്ന് നോക്കാം. ഇത്ര മീനാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വാളയുണ്ട്, വാഹയുണ്ട്, വരാലുണ്ട്, സിലോപ്പിയുണ്ട്, കരിമീനുണ്ട്, എല്ലാ മീനും ഉണ്ട്. തൂളി, കുറുവ. ഇത്ര മീനാണ് ഇന്ന് നമുക്ക് വലയിട്ടിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ജീവനുണ്ട്, അത് നമുക്ക് ജീവനോടെ ഇടാം.